ഇതാ നോക്കൂ, ഇന്നത്തെ തലമുറ വഴി തെറ്റി പോവുകയാണ്. ആരും അറിയാത്ത ഇതുപോലെയുള്ള പാടങ്ങൾ, അങ്ങനെയുള്ള ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇവർ കൂട്ടുകൂടി വന്ന് കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗിക്കുകയാണ്. എന്നിട്ട് അവിടെ കുത്തി മറയുന്ന ഈ തലമുറയുടെ കുട്ടികളുടെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാളും ദാരുണമായിട്ടുള്ള വേറൊരു വിപത്തും കൂടി ഇപ്പോൾ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾക്കിടയിലുണ്ട് എന്നുള്ളതാണ്. ഇതാദ്യം നമ്മൾ കാണിക്കുന്നു. നോക്കൂ, ആ കുട്ടികളൊക്കെ ചെയ്യുന്നത് നോക്കൂ. വീട്ടിൽ നിന്ന് എന്ത് പറഞ്ഞിട്ടാണ് ഇവരൊക്കെ ഇറങ്ങി പോരുന്നത്? എന്നിട്ട് ഇവർ ചെയ്യുന്നത് എന്താണ്? എത്രത്തോളം ദുരിതം പിടിച്ചിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആണും പെണ്ണും ഒക്കെ വഴിതെറ്റിയൊരു രീതിയിലാണ്. സ്വന്തം അച്ഛനെയോ അമ്മയെയോ സഹോദരങ്ങളെയോ തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇപ്പോൾ പരപ്പനങ്ങാടി ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം കേട്ടോ. ഇതല്ല, ഒരു ദൃശ്യമുണ്ട്. ഇങ്ങനെ പരക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും പബ്ലിക്കായി നിന്നിട്ട്, വല്ല യൂറോപ്പിലോ മറ്റു കൺട്രിയിലോ ഒക്കെ നിൽക്കുന്ന പോലെ പബ്ലിക്കായി നിന്നിട്ട് കിസ് ചെയ്യുന്നൊരു ദൃശ്യം. നമുക്ക് അതും കൂടി ഒന്ന് കണ്ടു നോക്കട്ടോ. ഈ കാണുന്നത് നമ്മുടെ പരപ്പനങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇന്ന് നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നാളെ ഒരുപക്ഷെ എൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളാകാം, നമ്മുടെ കുടുംബക്കാരാകാം, ആരുമാവാം ഈ കെണിയിൽ ചെന്ന് ചാടുന്നത്. മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി ബസ് സ്റ്റാൻഡിലെ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതുപോലെ ലഹരി പോലെ മറ്റൊരു വിപത്ത് കൂടിയാണ് ഇങ്ങനെയുള്ള സംഭവം എന്ന് പറയുന്നത്. ചെറിയ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ തന്നെ പരിസരം മറന്നുകൊണ്ടാണ് പലപ്പോഴും പെരുമാറുന്നത്. ഇത് ബസ് സ്റ്റോപ്പിലെ കാര്യം മാത്രമല്ല, ഒരു ട്രെയിനിൽ കയറിയാൽ പോലും ഇങ്ങനെയുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല, അവർക്ക് എന്തും കാണിക്കാമെന്നുള്ള രീതിയിലാണ്. നോക്കുമ്പോൾ ഏകദേശം ഒരു 18 വയസ്സ് പോലും ആകാത്ത പെണ്ണും ചെറുക്കനുമായിരിക്കും ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത്രയും പരസ്യമായിട്ട് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ രഹസ്യമായിട്ടും എന്തെല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കും. വെറുതെ അല്ല, ചെറിയ പ്രായത്തിൽ തന്നെ പെൺകുട്ടികൾ ഗർഭം ധരിക്കുക, പിന്നീട് ആ കുഞ്ഞിനെ കൊല്ലുക, വീട്ടിൽ പ്രസവം നടത്തുക, എങ്ങനെ പല കാര്യങ്ങളും ലോകത്ത് നടക്കുന്നില്ലേ? ഇതെല്ലാം കണ്ടിട്ടും ഒന്നും പറയാൻ സാധിക്കുന്നില്ല. ഇന്നത്തെ നിയമം അങ്ങനെയാണ്. ആരെങ്കിലും എന്തെങ്കിലും പ്രതികരിച്ചവരായിരിക്കും കുറ്റക്കാർ. ഇത്രയും മോശമായിട്ടുള്ള കുട്ടികൾ ചെയ്യുമ്പോൾ അതിന് ആർക്കും പ്രതികരിക്കാനും കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരു വളരെ പബ്ലിക്കായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ആളുകൾക്ക് ഇത് നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. ആളുകൾക്കൊന്ന് പറയാനോ, അല്ലെങ്കിൽ അപ്പോൾ പറയും സദാചാര പോലീസ് വന്നു, അല്ലെങ്കിൽ സദാചാരവാദികൾ വന്നു എന്നുള്ള രീതിയിലാണത് പറയുക. ഇതിനൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്: മലപ്പുറം പരപ്പനങ്ങാടി സ്റ്റാൻഡിൽ കൃത്രിമ ശ്വാസം നൽകി വിദ്യാർത്ഥിനികളുടെ ജീവൻ രക്ഷിക്കുന്ന യുവാക്കൾ. അല്ലാതെ പിന്നെ എന്ത് പറയാനാണ്? ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. ഇതൊരു ബസ് സ്റ്റാൻഡിലെ കാര്യം മാത്രമല്ല, ഇതൊരു പരപ്പനങ്ങാടി നടക്കുന്ന കാര്യം മാത്രമല്ല. നമ്മളൊക്കെ നിരന്തരം ട്രെയിനിലൊക്കെ പോയാൽ കാണാവുന്ന പല കാഴ്ചകളുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് കുട്ടികളെ ഒന്നും കൂടെ യാത്ര ചെയ്യാനൊന്നും സാധിക്കില്ല. ചെറിയ പിഞ്ചു മക്കളൊക്കെ ഇതല്ലേ കണ്ട് വളരുന്നത്. ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അവർ ഇത് എന്താണെന്ന് വിചാരിക്കില്ലേ? ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുമോ എന്നുള്ള ഒരു വിചാരവും ഈ കുട്ടികൾക്കില്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ വേദന തോന്നിക്കുന്നത്. ഇവരുടെ മാതാപിതാക്കൾ എത്രത്തോളം വിശ്വാസത്തോടെ ആയിരിക്കും ഈ കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നുണ്ടാവുക, എത്രത്തോളം പ്രതീക്ഷയോടെ ആയിരിക്കും ഇവരെ പറഞ്ഞയക്കുന്നുണ്ടാവുക. പക്ഷേ ഇവർ സ്കൂളിലും കോളേജിലൊക്കെ വന്നിട്ട് ചെയ്യുന്നത് എത്രത്തോളം മോശമായ കാര്യമാണ്. ഇവിടെ ഈ പെൺകുട്ടി ഒരു യൂണിഫോം ഏകദേശം ഒരു +2 എത്തിയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കുട്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ആ ചെയ്ത ആളായിരിക്കും കേസാവുക. ഇനി ഇതുപോലെ വീഡിയോ പകർത്തിയ ആളായിരിക്കും ഒരു പക്ഷേ കേസ് ഉണ്ടാവുക. ഇത്തരം കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്നതിനോ ഒരു തെറ്റുമില്ല എന്നുള്ള രീതിയിലേക്കാണ് മാറുന്നത്. നമ്മുടെ കൾച്ചർ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു സംസ്കാരമുണ്ട്, നമ്മുടെ കേരളത്തിനൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം തന്നെ മാറിപ്പോകും ഇങ്ങനെയാണെങ്കിൽ. കുട്ടികൾ പ്രായപൂർത്തിയാവുന്നതിന് മുന്നേ ഗർഭം ധരിക്കേണ്ടി വരും, അതിനു മുന്നേ തന്നെ അത് അലസിപ്പിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ഇതിലേക്കാണ് ഇത് പോകുന്നത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് മക്കളുണ്ട്, നമ്മുടെ മക്കളും വലുതാവുമ്പോൾ ഈ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ എന്നുള്ളത് വല്ലാത്ത ആദിയാണ്. ലഹരി ഒരു മറുഭാഗത്ത്, ഇങ്ങനെ ഒരു ഭാഗത്ത്, ഇതെല്ലാം കൂടി ആകുമ്പോൾ ഇനിയുള്ള കുട്ടികളുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് ഒരു ആശങ്കയാണ്, ഒരു വലിയ ചോദ്യചിഹ്നമാണ്.
ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള നിയമ നടപടിയാണ് വേണ്ടത്. അല്ലാതെ ഇത് പറയുന്ന ആളുകളോ ഇത് പ്രചരിക്കുന്ന ആളുകളെയോ ഒക്കെ ശിക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ശിക്ഷ കൊടുക്കുക മക്കൾക്ക്. ഇത്തിരിയെങ്കിലും പേടിയുണ്ടെങ്കിലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഇല്ലാതെ നടക്കുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. ആരായാലും ഇങ്ങനെ ചെയ്തുകൂടാ. ഇത്തരത്തിലുള്ളൊരു കാര്യം ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതും പബ്ലിക്കായിട്ട്, അതും പബ്ലിക്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് എത്രത്തോളം അസ്വസ്ഥരാണ്. അത് മറ്റുള്ള ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്. ശരിക്കും ഇതിൻ്റെ പേരിലൊക്കെ കേസ് എടുക്കുക വേണ്ടത്. ഇങ്ങനെ ചെയ്യുന്ന ആളുകളുടെ പേരിൽ കേസ് എടുക്കുകയാണ്. കുട്ടികളായാലും വേണ്ടില്ല, അവരുടെ പേരിൽ കേസ് എടുത്തിട്ട് അവർക്ക് നല്ല കൗൺസിലിംഗ് കൊടുക്കുകയാണ് വേണ്ടത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പബ്ലിക്കിൽ കാണിക്കാനുള്ളതാണോ? അവർക്ക് അതിനുള്ള പ്രായമായോ? അതെല്ലാം തിരക്കേണ്ടതാണ്. 18 വയസ്സ് പൂർത്തിയായോ എന്നുള്ള കാര്യങ്ങളും തിരക്കേണ്ടതാണ്. എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. താങ്ക് യു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.